ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ദി മല്ലു ബാങ്കർ. എസ് ബി ഐ ക്ലർക്ക് പ്രിലിംസ് എന്ന് പറയുന്നത് ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് ആയിരിക്കും ഉണ്ടാവുന്നത്. സോ ഓൾമോസ്റ്റ് എസ് ബി ഐ ക്ലർക്കിന് വേണ്ടിയിട്ട് പ്രിലിംസിന് ഏകദേശം 1 മന്ത് അടുത്താണുള്ളത്. ഓക്കെ, ഈ ഒരു സമയത്ത് എസ് ബി ഐ ക്ലർക്കിൻ്റെ പ്രിലിംസിന് വേണ്ടി മാത്രം പഠിച്ചാൽ പോരാ, പ്രിലിംസ് പ്ലസ് മെയിൻസ് എന്നുള്ള ഒരു സ്ട്രാറ്റജി വേണം ഫോളോ ചെയ്യാൻ. കാരണം പ്രിലിംസ് കഴിഞ്ഞ് പിന്നെ റിസൾട്ട് പബ്ലിഷ് ചെയ്ത് ഓൾമോസ്റ്റ് 10 ഡേയ്സ് മാത്രമായിരിക്കും മെയിൻസിന് ലെഫ്റ്റ് ആയിട്ടുള്ളത്. ആ ഒരു കുറഞ്ഞ ടൈം കൊണ്ട് ഒരിക്കലും മെയിൻസ് കവർ ചെയ്യാൻ പറ്റുകയില്ല. സോ അതുകൊണ്ട് എക്സാമിനോട് അടുക്കുന്നതിന് മുൻപുള്ള സമയത്ത് മെയിൻസിനും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് തന്നെ വേണം പഠിക്കാൻ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒരു ടൈം ടേബിൾ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ അത് പ്രിലിംസിനും മെയിൻസിനും ഒരുപോലെ ഫോക്കസ് ചെയ്ത് വേണം എന്ത് ചെയ്യാൻ, ടൈം ടേബിൾ ഷെഡ്യൂൾ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 8 hours. ഓക്കെ, 8 hours സ്പെൻഡ് ചെയ്യാനുള്ളവർക്ക് അത്രയും, അതല്ലാതെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ ടൈം അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ഒരു മാക്സിമം ഒരു 8 hours ഉള്ള ഒരു സ്റ്റഡി ഷെഡ്യൂളിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ എൻഡ് വരെ വാച്ച് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ എസ് ബി ഐ ക്ലർക്കിന് മെയിനായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത്, ഓക്കെ, മെയിൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. മെയിൻസിൽ മെയിനായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത് ഇംഗ്ലീഷും കറണ്ട് അഫെയർസുമാണ്. ഓക്കെ, സോ ബിക്കോസ് കറണ്ട് അഫെയർസും ഇംഗ്ലീഷും ആയിരിക്കും നമ്മൾക്ക് അത്യാവശ്യം എങ്കിലും എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഡൂവബിൾ ആയിട്ടുള്ളത് കറണ്ട് അഫെയർസും ഇംഗ്ലീഷും ആയിരിക്കും. കാരണം റീസണിങ്ങും ക്വാൻസും കുറേ ഹൈ ലെവലായിരിക്കാം, ചിലപ്പോൾ ആ ടൈമിൽ ചെയ്യാൻ പറ്റിയില്ലെന്ന് വരാം. അങ്ങനെയുള്ള കുറേ പോസിബിലിറ്റീസ് ഉണ്ട്. സോ ഇംഗ്ലീഷിനും കറണ്ട് അഫെയർസിനും നല്ല ഫോക്കസ് കൊടുത്ത് തന്നെ പഠിക്കണം. കറണ്ട് അഫെയർസ് മെയിൻസ് ലെവലിലാണ് വേണ്ടത്. ബട്ട് എന്നാലും പ്രിലിംസ് പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ കറണ്ട് അഫെയർസും എന്ത് ചെയ്യണം, പഠിക്കാൻ തുടങ്ങണം. ഓക്കെ, എന്നാൽ മാത്രമേ ഉള്ളൂ മെയിൻസിൻ്റെ ടൈം ആകുമ്പോൾ കറണ്ട് അഫെയർസ് റിവൈസ് ചെയ്താൽ മാത്രം മതിയാകും. അല്ലാതെ ഒരു 6 months കറണ്ട് അഫെയർസ് ആ 10 ദിവസം കൊണ്ട് കവർ ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. സോ കറണ്ട് അഫെയർസ് കൂടുതൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ, അതിന് നല്ല ഒരു മാർക്സ് മേടിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും മെയിൻസിൻ്റെ ഫൈനൽ സെലക്ഷനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. RRBയുടെ ഒക്കെ കേസിലാണെങ്കിൽ കമ്പ്യൂട്ടർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ബട്ട് ഇവിടെ അതില്ലാത്തത് കൊണ്ട് തന്നെ കറണ്ട് അഫെയർസിനും നല്ല പ്രാധാന്യം കൊടുക്കണം. ഓക്കെ, ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിന് റീഡിംഗ് കോംപ്രഹെൻഷൻ, അതുപോലുള്ള എറർ ഡിറ്റക്ഷൻ, ഇതിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് റീഡിംഗ് എന്ന് പറയുന്നത്. സോ ഡെയിലി എന്ത് ചെയ്യുക, ഒരു 10 മിനിറ്റ്, മിനിമം ഒരു 10 മിനിറ്റ് എങ്കിലും റീഡിങ്ങിന് വേണ്ടി മാറ്റി വെക്കണം. ആദ്യം നോവൽസ് ഒക്കെ വായിക്കാം, അതിനുശേഷം എന്ത് ചെയ്യുക, എഡിറ്റോറിയൽസ് ഡെയിലി വായിക്കുക. എഡിറ്റോറിയൽസ് ഡെയിലി മനസ്സിലാക്കി വായിക്കുക. ദെൻ അതിൻ്റെ വൊക്കാബുകളും മനസ്സിലാക്കുക. ഇത് ഡെയിലി ചെയ്യുമ്പോൾ അതൊരു റുട്ടീനായി, അതൊരു ഹാബിറ്റായിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ അതുകൊണ്ട് എഡിറ്റോറിയൽ സ്കിപ്പ് ചെയ്യാതെ ചെയ്യണം. അത് മീൻസ് ഒരു ഹൈ ലെവൽ എഡിറ്റോറിയൽ, ഇപ്പോൾ ഹിന്ദു ഒക്കെ ചെയ്തു, അതൊക്കെ ഓക്കെ ആയിട്ടുള്ളവരാണെങ്കിൽ ദെൻ ബിസിനസ് സ്റ്റാൻഡേർഡ്സ്, എക്കണോമിക് ടൈംസ് അതൊക്കെ ചെയ്യുകയും ചെയ്യാം. കാരണം മെയിൻസ് ലെവലിന് കുറച്ചും കൂടി ഹൈ ലെവൽ ആയിരിക്കും. അതുകൊണ്ട് ആ ഒരു ലാംഗ്വേജൊക്കെ നമ്മൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ന്യൂസ് പേപ്പേഴ്സൊക്കെ സജസ്റ്റ് ചെയ്യുന്നത്. അത് ഓപ്ഷണലാണ്. ഹിന്ദു ആണെങ്കിലും വായിച്ചാൽ മതിയാകും. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെയിലി തന്നെ ചെയ്തു പോവുക. ദെൻ അതുപോലെ തന്നെ എറർ ഡിറ്റക്ഷൻ ഒന്നെങ്കിൽ വീഡിയോ ക്ലാസ്സസോ, ഹൈ ലെവൽ വീഡിയോ ക്ലാസ്സസ് അവൈലബിൾ ആണ്, നിമിഷ മാമിൻ്റെയൊക്കെ ക്ലാസ്സസ്. അതല്ല എങ്കിൽ സെൽഫായിട്ട് PDFs നിന്നോ എറർ ഡിറ്റക്ഷൻ ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഓക്കെ, അത് മറക്കാതെ മീൻസ് സ്കിപ്പ് ചെയ്യാതെ ചെയ്യണം. കാരണം എന്നാൽ മാത്രമേ ഉള്ളൂ ഹൈ ലെവലിൽ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പതറാതിരിക്കുകയുള്ളൂ. സോ അതുകൊണ്ട് എറർ ഡിറ്റക്ഷനും അതുപോലെ തന്നെ എഡിറ്റോറിയലും ഇത് മസ്റ്റായിട്ട് ചെയ്യണം. മെയിൻസ് ലെവൽ ചെയ്യുമ്പോൾ തന്നെ പ്രിലിംസ് ലെവലിലോട്ടും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ടും അതിനുള്ള പ്രാക്ടീസും കിട്ടുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ എന്ത് പ്രാക്ടീസ് ചെയ്താലും കുറേ ഒരു ഹൈ ലെവൽ, പ്രിലിംസിലും മേലെയുള്ള ലെവൽ തന്നെ പ്രാക്ടീസ് ചെയ്യുക. അതാകുമ്പോൾ മെയിൻസിനും അത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് RC, ഹൈ ലെവൽ RC പ്രാക്ടീസ് ചെയ്യുക. അതിന് ശേഷം ഒരു സെക്ഷണൽ ടെസ്റ്റ് ചെയ്യുക. സെക്ഷണൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് എത്രമാത്രം പഠിച്ച കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാകും. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ എങ്ങനെയാണ് എറർ വരുന്നത്, എവിടെയാണ് നെഗറ്റീവ് വരുന്നത് എന്ന് മനസ്സിലാവാൻ പറ്റും. സോ എന്ത് ചെയ്യുക, ഇപ്പോൾ ഏതാണ് വീക്ക് സെക്ഷൻ, ഇംഗ്ലീഷാണ് വീക്ക് സെക്ഷൻ എങ്കിൽ ഡെയിലി ഇംഗ്ലീഷിൻ്റെ സെക്ഷണൽ ടെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഗൈഡ്ലിയിലൊക്കെ ചീപ്പ് റേറ്റിൽ മോക്ക് ടെസ്റ്റുകൾ പാക്കേജ് അവൈലബിൾ ആണ്. സോ അത് പ്രാക്ടീസ് ചെയ്താലും മതി. ഓക്കെ, സോ ഇംഗ്ലീഷ് അത്രയുമാണ് ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് ആണ് വരുന്നത് ക്വാൻസ്. ബേസിക് മൾട്ടിപ്ലിക്കേഷൻ, അതുപോലെ തന്നെ അഡീഷൻ, ദെൻ ഫ്രാക്ഷൻ വാല്യൂസ്,
പെർസെൻറ്റേജ് ടു ഫ്രാക്ഷൻ, ഫ്രാക്ഷൻ ടു പെർസെൻറ്റേജ്, ഇങ്ങനെയുള്ള സിമ്പിൾ കാര്യങ്ങൾ ഇതൊക്കെ എന്ത് ചെയ്യുക, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. സോ അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആപ്സ് ഒക്കെ കാണും. അതുപോലെ തന്നെ മാത്സ് ട്രിക്ക് ആപ്പ് എന്ന് പറയുന്ന അത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കാൽക്കുലേഷൻ സ്പീഡൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഡെയിലി എന്ത് ചെയ്യുക, പഠിക്കാനിരിക്കുന്നതിന് മുൻപ് ഒരു 12x1, 12x2 അങ്ങനെ ജസ്റ്റ് എന്ത് ചെയ്യുക, പേപ്പറിലോട്ട് റൈറ്റ് ചെയ്യുക. ഓക്കെ, കുറേയൊക്കെ ആകുമ്പോൾ ആദ്യം ഒരു എന്താണ് സ്റ്റക്കായെന്ന് ഒരു ഫീൽ വരും. ബട്ട് അതിനുശേഷം ഡെയിലി ചെയ്യുമ്പോൾ അതെന്താണ് സ്പീഡിൽ എഴുതി പോകാൻ പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ എന്താകും, കാൽക്കുലേഷൻസ് എളുപ്പമാവാൻ അത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ വൈറൽ മാത്സിൻ്റെ ക്ലാസ്സസ് അതും ഹെൽപ്പ് ചെയ്യും. സോ ഇത് മറക്കാതെ എന്ത് ചെയ്യുക, ഡെയിലി ചെയ്യുമ്പോൾ ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ, അതുപോലെ തന്നെ സ്ക്വയേഴ്സ്, ക്യൂബ്സ് ഇതെല്ലാം ഡെയിലി ഒരു പേപ്പറിലോട്ട് എഴുതുക. ഡെയിലി ചെയ്യണം. അത് ചെയ്യുമ്പോൾ ആ കാൽക്കുലേഷൻ്റെ സ്പീഡ് ഇമ്പ്രൂവ് ആവുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ മാത്സ് ട്രിക്ക് പോലുള്ള ആപ്പുകൾ യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് DI. പ്രിലിംസ് ലെവൽ DI ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു 2 മിനിറ്റ്സ് 3 മിനിറ്റ്സ് അതിൽ കൂടുതൽ യൂസ് ചെയ്യരുത്. ഓക്കെ, അതിൽ ഇപ്പോൾ ഒരു മോക്ക് ചെയ്യുമ്പോൾ 3 മിനിറ്റ്സിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ആ ഒരു ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആ കാൽക്കുലേഷൻസ് ഇമ്പ്രൂവ് ആക്കാൻ എന്തൊക്കെ ചെയ്യാം എന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഓക്കെ, അങ്ങനെ ഓരോ വീക്ക് ഏരിയാസ് മനസ്സിലാകുമ്പോൾ മാത്രമേ നമ്മളുടെ ഓവറോൾ സ്പീഡ് ഇമ്പ്രൂവ് ആവുകയുള്ളൂ. സോ DIs ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ഇപ്പോൾ 5 മിനിറ്റ്സും കൊണ്ടൊക്കെ ആണെങ്കിൽ അത് ഓവർ ടൈമാണ്. അതിനെന്ത് ചെയ്യുക, 3 മിനിറ്റ്സ് 2 മിനിറ്റ്സ് ഒക്കെ കൊണ്ട് വേണം ആ DIs കംപ്ലീറ്റ് ചെയ്യാൻ. അതിന് വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് അവിടെ തെറ്റുന്നത്, എന്തുകൊണ്ടാണ് ആ ടൈം കൂടിപ്പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കി അതിന് പ്രാക്ടീസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ബിഗിനർ ലെവലിലുള്ള ഒരാളൊക്കെ ആണെങ്കിൽ ഒരു 5 സെറ്റ് DIs ഒക്കെ എന്ത് ചെയ്യുക, ഡെയിലി ബേസിസിൽ ചെയ്യുക. അതുപോലെ തന്നെ മെയിൻസ് ലെവലും ക്വാൻസിലൊക്കെ നമുക്ക് കൂടുതലും മാർക്സ് നേടിത്തരുന്നത് ഹൈ ലെവൽ DIs ഒക്കെയാണ്. സോ എന്ത് ചെയ്യുക, ഒരു മാക്സിമം ഒരു 20 മിനിറ്റ്സ് ഒക്കെ ഒരു DIക്ക് സ്പെൻഡ് ചെയ്താലും അതിൻ്റെ ആ ട്രിക്സും അതുപോലെ തന്നെ എങ്ങനെയാണ് ഡീകോഡ് ചെയ്തെടുക്കുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കുക. അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു മിനിമം ഒരു 3 DIs മെയിൻസ് ലെവൽ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പല ടൈപ്പ് DIs ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആശിഷ് അറോറ സാറിൻ്റെയൊക്കെ DIയുടെ പ്ലേലിസ്റ്റ് അവൈലബിൾ ആണ്. ഓക്കെ, സോ അത് യൂസ് ചെയ്യുക. അത് ആദ്യം ഒരു ബിഗിനർ മീൻസ് ഒരു പ്രിലിംസ് ഒരു 80% കിട്ടുന്ന ഒരാൾ ആദ്യമായിട്ടായിരിക്കും മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഞാൻ കൂടുതലും റെക്കമെൻഡ് ചെയ്യുന്നത് വീഡിയോ സോഴ്സസ് ആണ്. ഓക്കെ, ആദ്യമായിട്ട് മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ മെയിൻസ് ഭയങ്കര ഭാരമായിട്ട് തോന്നാതിരിക്കാൻ എന്ത് ചെയ്യുക, യൂട്യൂബ് ക്ലാസ്സസ് യൂസ് ചെയ്യുക. യൂട്യൂബ് ഫ്രീ വീഡിയോസ് അവൈലബിൾ ആണ് യൂട്യൂബിൽ ഓരോ ടീച്ചേഴ്സിൻ്റെയും. അത് വെച്ച് ആദ്യം മുതലുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം സെൽഫ് പ്രിപ്പറേഷൻ മതിയാകും. ഓക്കെ, അത്രയുമാണ് ക്വാൻസിൻ്റെ കാര്യത്തിൽ ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, SI CI, ദെൻ റേഷ്യോ പ്രപ്പോർഷൻ, ഇങ്ങനെയുള്ള ചാപ്റ്റേഴ്സൊക്കെ നല്ല രീതിയിൽ പഠിച്ചു വെക്കണം. അതൊക്കെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സാണ്. അതിൽ നിന്നൊക്കെ DIസിന് വരെയും സ്കോപ്പുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാപ്റ്റേഴ്സാണ്. സോ അതുകൊണ്ട് ആ ചാപ്റ്റേഴ്സൊക്കെ അഥവാ ഷോർട്ട് ട്രിക്സും അതുപോലെ തന്നെ ബേസിക്സ് ഒക്കെ അറിയത്തില്ല എങ്കിൽ അതൊക്കെയും വീഡിയോ ക്ലാസ്സസ് കണ്ട് ബേസിക്സ് ക്ലിയർ ആക്കണം. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുക, സെക്ഷണൽ ടെസ്റ്റ് ചെയ്ത് അത് അനാലിസിസ് ചെയ്യുമ്പോൾ എവിടെയൊക്കെയാണ് തെറ്റ് വന്നത് എന്ന് മനസ്സിലാകും. ഇപ്പോൾ ആദ്യം സെക്ഷണൽ ടെസ്റ്റ് ചെയ്യുമ്പോഴും ടൈം കൺസ്യൂമിങ് ആണെങ്കിൽ എന്ത് ചെയ്യുക, ലാസ്റ്റ് ഇയറിലെ വീഡിയോസ് മീൻസ് ക്വാൻ സെക്ഷണൽ മോക്ക് ഒക്കെ അവൈലബിൾ ആണ്. കൗശിക് മൊഹന്തി സാറിൻ്റെയൊക്കെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. ആ ക്ലാസ്സസ് കണ്ടാൽ അത് ചെയ്യാനുള്ള സൊല്യൂഷൻസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അത്രയുമാണ് ക്വാൻസിന് ചെയ്യാനുള്ളത്. ദെൻ നെക്സ്റ്റ് ആണ് റീസണിങ്. റീസണിങ് എന്ന് പറയുന്നത് മെയിനായിട്ടും പസിൽസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ പ്രീ ലെവൽ പസിൽസ് ഒരു മാക്സിമം 2 മിനിറ്റ്സ്, അതിൽ കൂടുതൽ പ്രീ ലെവൽ പസിൽസിന് കൊടുക്കരുത്. ഓക്കെ, അപ്പോൾ ആ ഒരു ലെവലിലോട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അതിന് റീസണിങ്ങിൽ എന്ത് ചെയ്യണം, പലതരം പസിൽസ് ഉണ്ട്. ഓക്കെ, അതിൻ്റെ എല്ലാം കോൺസെപ്റ്റ് മനസ്സിലാക്കി അത് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ദെൻ ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെയും റീസണിങ്ങിൻ്റെയും ക്വാൻസിൻ്റെയും സെക്ഷണൽ ടെസ്റ്റ് ചെയ്യാൻ ടൈമില്ല അങ്ങനെയുള്ളവരാണെങ്കിൽ ഇംഗ്ലീഷ് റീസണിങ് ഒരു ദിവസം, ഇംഗ്ലീഷ് ക്വാൻസ് വേറൊരു ദിവസം, അങ്ങനെ 2 ഷെഡ്യൂളായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് അതിനെ തരംതിരിക്കാം. ഓക്കെ, സോ നമ്മളുടെ സമയം, നമ്മളുടെ ടൈമിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നു അതൊക്കെ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. ഓക്കെ, പലർക്കും പല സാഹചര്യങ്ങളായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ടൈം ഡിവൈഡ് ചെയ്ത് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിച്ചു പോവുക. ദെൻ റീസണിങ്ങിൽ മെയിൻസ് ലെവലിലോട്ട് വരുമ്പോൾ ഒരു പസിലിൽ നിന്ന് ഒരു മാക്സിമം ഒരു 10 മിനിറ്റ്സ് 10 to 15 മിനിറ്റ്സ് ഒക്കെ ഒരു പസിലിന് മാക്സിമം കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഒരു മോക്ക് ചെയ്ത് നോക്കുമ്പോൾ എത്ര തലകുത്തി നിന്നിട്ടും ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ
ആ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും അത് സ്കിപ്പ് ചെയ്യും, നമ്മൾ എക്സാമിന് അത് സ്കിപ്പ് ചെയ്യും. സോ എന്നാലും അതിൻ്റെ സൊല്യൂഷൻസ് എന്താണ് മനസ്സിലാക്കി വെക്കണം. പ്രിലിംസിൽ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യണം. ഓക്കെ, പ്രിലിംസ് എന്ന് പറയുന്നത് ക്വാളിഫയിങ് നേച്ചറാണ്. ബട്ട് മെയിൻസ് അങ്ങനെയല്ല. മെയിൻസ് മെയിൻസിൻ്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്തിട്ട് വേണം നമുക്ക് ഫൈനൽ സെലക്ഷൻ കിട്ടാൻ. അതുപോലെ തന്നെ മെയിൻസിലുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡുവബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണും, അല്ലാത്ത ക്വസ്റ്റ്യൻസ് കാണും. അപ്പോൾ സ്കിപ്പ് ചെയ്യാനുള്ള എബിലിറ്റിയാണ് ഏറ്റവും മെയിൻസിന് ആവശ്യം. സോ ഒരു ക്വസ്റ്റ്യനിൽ സ്റ്റക്ക് ആവാതെ അറിയാവുന്നത് ചെയ്ത് അറിയത്തില്ലാത്തത് സ്കിപ്പ് ചെയ്യാനുള്ള ആ ഒരു കാര്യവും എന്ത് ചെയ്യണം, ഇപ്പോൾ മോക്ക് ചെയ്യുമ്പോൾ തന്നെ അതും പഠിച്ചു വെക്കണം. ഓക്കെ, സോ റീസണിങ്ങും എന്ത് ചെയ്യണം, സെക്ഷണൽ ടെസ്റ്റ് ചെയ്യണം. ടൈം അനുസരിച്ച് നിങ്ങൾക്ക് വേരി ചെയ്യാം. ദെൻ നെക്സ്റ്റ് ആണ് കറണ്ട് അഫയേഴ്സ്. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് പ്രിലിംസ് പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ മെയിൻസിന് വേണ്ടിയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. കറണ്ട് അഫയേഴ്സ് ആണ് ഏറ്റവും നമ്മളുടെ മാർക്സിനെ ഡിസൈഡ് ചെയ്യുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. സോ അതിന് നല്ല പ്രാധാന്യം കൊടുക്കണം. അപ്പോൾ ഡെയിലി പഠിക്കാൻ പറ്റുന്നവർ ഡെയിലി തന്നെ പഠിച്ചു പോവുക. ലാസ്റ്റ് 6 മന്ത്സിലെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ പഠിക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ എക്സാം ആകുമ്പോൾ അതിനൊരു എഡ്ജ് കിട്ടുകയുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ ഡെയിലി പഠിക്കുന്നവരാണെങ്കിൽ അത് പിറ്റേന്ന് പഠിക്കുമ്പോൾ അത് റിവൈസ് ചെയ്ത് ആ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കണം. ദെൻ വീക്ക്ലിയാണ് പഠിക്കുന്നതെങ്കിൽ ആ ഒരു വീക്ക് എൻഡ് ആകുമ്പോൾ അതെന്ത് ചെയ്യുക, അത് റിവൈസ് ചെയ്യണം. വീഡിയോസ് അവൈലബിൾ ആണ് യൂട്യൂബിൽ ഓരോ ടീച്ചേഴ്സിൻ്റെയും. ആ വീഡിയോ ക്ലാസ്സസ് വെച്ച് ഒന്നെങ്കിൽ അത് വെച്ച് ക്വിസസോ അതല്ലെങ്കിൽ അവർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ ഉണ്ട്. ഓക്കെ, അതിലൊക്കെ എന്ത് ചെയ്യുക, ആ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. ടൈം ഉണ്ടെങ്കിൽ വീഡിയോസ് കണ്ടാൽ മതി, അല്ലെങ്കിൽ സെൽഫ് സ്റ്റഡി തന്നെയാണ് കറണ്ട് അഫയേഴ്സിന് നല്ലത്. സോ ഇത്രയും സബ്ജക്ട്സ് ആണ് നമ്മൾക്ക് മെയിൻസിനും പ്രിലിംസിനുമായിട്ട് ഉള്ളത്. ഇത് ഇത്രയും ഒരു ഡെയിലി ഇത്ര ടൈം എന്നുള്ള രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. എന്നാൽ മാത്രമേ ഉള്ളൂ ഇനി വരുന്ന മെയിൻസിന് ക്ലിയർ ചെയ്ത് ഫൈനൽ സെലക്ഷൻ കിട്ടുകയുള്ളൂ. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.